ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് ബ്രെയിൻ അഥവാ മസ്തിഷ്കം. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്, എ 3-ലെയർഡ് മെംബ്രെയിൻ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് ദ വെർട്ടിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോം ഫ്രം ദ ബ്ലഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻടു ദി ബ്ലഡ്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. The functions of the cerebrospinal fluid are to provide nutrients and oxygen to the tissues of the brain, regulate the pressure inside the brain and to protect the brain from injuries. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. The parts of brain with its characteristics and functions. മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ സവിശേഷതകളും ധർമ്മവും. സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ന്യൂമറസ് ഫിസേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ധാരാളം ചുളിവുകളും മടക്കുകളും സെറിബ്രത്തിൽ കാണപ്പെടുന്നു. ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ് and the white colored inner part is called medulla. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻസ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇവോക്സ് സെൻസേഷൻസ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഐച്ഛിക ചലനങ്ങളായ കൈകാലുകളുടെ ചലനങ്ങൾ, വിരലുകളുടെ ചലനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. സെറിബെല്ലം, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി 2 ദളങ്ങളായി സെറിബെല്ലം കാണപ്പെടുന്നു. ഫിസേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസന്റ്. സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, അതുപോലെ തന്നെ ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ദ റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ കാണപ്പെടുന്നത്. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. തലാമസ്, സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയായി തലാമസ് സ്ഥിതി ചെയ്യുന്നു. ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായി തലാമസ് നിലനിൽക്കുന്നു. അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് അവയിൽ പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് ആണ്. ഹൈപ്പോതലാമസ്, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹോമോസ്റ്റാറ്റിസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. സുഷുമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദ സെൻട്രൽ കനാൽ സീൻ ഇൻ ദി സെൻറ്റർ ഓഫ് സ്പൈനൽ കോഡ് ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്.
സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. In the spinal cord, white matter is seen outside and grey matter is seen inside. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത്, അതായത് പുറമേയുള്ള ഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് അകമേയുള്ള ഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നുണ്ട്. There are 31 pairs of spinal nerves arising from the spinal cord. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നുണ്ട്. A dorsal root and a ventral root join to form a spinal nerve. ഓരോ സുഷുമ്നാ നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. Sensory impulses reach the spinal cord through the dorsal root. Motor impulses go out of the spinal cord through the ventral root. സംവേദന ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. Impulses from the different parts of the body are transmitted to and from the brain through the spinal cord. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. It also coordinates the repeat movements during walking, running, etc. നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. വാട്ട് ഈസ് ദ റിഫ്ലെക്സ് ആക്ഷൻ? എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ? The accidental and involuntary responses towards stimuli are called reflex actions. They do not happen consciously. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. ഈ പ്രതികരണങ്ങൾ ഒരിക്കലും ബോധപൂർവമല്ല സംഭവിക്കുന്നത്. How does reflex action happen in our body? നമ്മുടെ ശരീരത്ത് എപ്രകാരമാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസെപ്റ്റർ ജനറേറ്റ്സ് ഇമ്പൾസസ്. ഗ്രാഹികൾ ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നു. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് താപം എന്ന ആവേഗമാണ്. ഇപ്രകാരമുള്ള ആവേഗങ്ങളെ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുത്തുന്നത് ഗ്രാഹികളാണ്. സെക്കൻഡ് വൺ, സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് സംവേദനാ നാഡിയാണ്. തേർഡ് വൺ, ഇന്റർ ന്യൂറോൺ ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ generates quick responses according to the sensory impulses. സംവേദന നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. സംവേദന ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇന്റർന്യൂറോൺ ആണ്. ഫോർത്ത് വൺ, മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസ്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രേരക നാഡിയാണ്. ഫിഫ്ത്ത് വൺ, related muscle withdraws the hand by the action of muscles. പേശികളുടെ പ്രവർത്തനത്താൽ ബന്ധപ്പെട്ട പേശി പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് പ്രവർത്തനം ഉണ്ടാകുന്നത്. റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക്. Mainly spinal cord act as the center of reflex action and such reflexes are called spinal reflexes. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ. But all reflexes are not under the control of the spinal cord. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിനല്ല പ്രവർത്തിക്കുന്നത്. Don't we blink our eyes when light suddenly falls on our eyes or when objects move towards them? കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മാറില്ലേ? This is also a reflex action. Such reflexes under the control of the cerebrum are called cerebral reflexes. ഇതും ഒരു റിഫ്ലെക്സ് പ്രവർത്തനം തന്നെയാണ്. സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സസ്. ആൽക്കഹോൾ ആൻഡ് റിഫ്ലെക്സ് മദ്യവും റിഫ്ലെക്സും. ആൽക്കഹോൾ ആക്സലറേറ്റ്സ് ദ ആക്ഷൻ ഓഫ് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഹയർ ഡോസസ് ഓഫ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിട്ടാർഡ് ദ ബ്രെയിൻ ആക്ഷൻ വിച്ച് ഇൻ ടേൺ വീക്ക്നെസ് ദ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് പ്രിവെൻറ്റ്സ് making proper decisions at proper time.
മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു. ഇതുകൊണ്ടാണ് മദ്യം കഴിക്കുന്നവരിൽ സമചിത്തത ഉണ്ടാവാത്തതും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്തതും. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. There may be instances in your life when you felt sudden fear or sadness. Write down some of those experiences. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയമോ സങ്കടമോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ എഴുതുക. Seeing a snake suddenly, പെട്ടെന്ന് പാമ്പിനെ കണ്ടത്. We can add death of close relatives, ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണം. When we fail the exam, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തോൽക്കുമ്പോൾ. What are the changes that take place in the body during such emergency situations? List them. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ലിസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹൃദയമിടിപ്പ് കൂടുന്നു. സെക്കൻഡ് വൺ, ഷിവറിംഗ്, വിറയ്ക്കുക. തേർഡ് വൺ, സ്വെറ്റിംഗ്, വിയർക്കുക. ഫോർത്ത് വൺ, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസസ്, രക്തചംക്രമണം കൂടുന്നു. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, എ പാർട്ട് ഓഫ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. ദ സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ടുഗദർ ഫോം ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. വാട്ട് ആർ ദ ആക്ഷൻസ് ഓഫ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റംസ് ഡ്യൂറിംഗ് എമർജൻസി സിറ്റുവേഷൻസ്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിമ്പത്തറ്റിക് സിസ്റ്റം, ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്സ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾസ് വികസിക്കുന്നു. പാരാസിമ്പത്തറ്റിക്, ദ പ്യൂപ്പിൾസ് ഇൻ ദി ഐ കൺട്രാക്ട്സ്. പാരാസിമ്പത്തറ്റിക്കിൽ കണ്ണിലെ പ്യൂപ്പിൾസ് ചുരുങ്ങുന്നു. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. സിമ്പത്തറ്റിക്കിൽ ഉമിനീർ ഉൽപാദനം കുറയുന്നു. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. പാരാസിമ്പത്തറ്റിക്കിൽ ഉമിനീർ ഉൽപാദനം കൂടുന്നു. ട്രക്കിയ എക്സ്പാൻസ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കുന്നു. ട്രക്കിയ കൺട്രാക്ട്സ്. പാരാസിമ്പത്തറ്റിക്കിൽ ശ്വാസനാളം സങ്കോചിക്കുന്നു. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹൃദയമിടിപ്പ് കൂടുന്നു. ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. പാരാസിമ്പത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. പാരാസിമ്പത്തറ്റിക്കിൽ ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. പാരാസിമ്പത്തറ്റിക്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോസ് ഡൗൺ. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ബിക്കംസ് നോർമൽ. പാരാസിമ്പത്തറ്റിക്കിൽ കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്. സിമ്പത്തറ്റിക്കിൽ ഹോർമോൺ ഉൽപാദനം കൂടുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. പാരാസിമ്പത്തറ്റിക്കിൽ ഹോർമോൺ ഉൽപാദനം കുറയുന്നു. യൂറിനറി ബ്ലാഡർ റിഗൈൻസ് നോർമൽ സ്റ്റേറ്റ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. യൂറിനറി ബ്ലാഡർ കൺട്രാക്ട്സ്. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ മൂത്രാശയം ചുരുങ്ങുന്നു. നെർവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. നാഡീവ്യവസ്ഥയും അതിൻ്റെ തകരാറുകളും. എ ഹെൽത്തി നെർവ് സിസ്റ്റം ഈസ് ദ ബേസിസ് ഓഫ് നോർമൽ ബോഡി ആക്ടിവിറ്റീസ്. ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. ഈവൻ മൈനർ ഡിഫെക്ട്സ് ഇൻ ദ നെർവ് സിസ്റ്റം മേ കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ലിസ്റ്റ് ഔട്ട് ദ ഫെമിലിയർ ഡിസീസസ് ദാറ്റ് അഫക്ട് ദ നെർവ് സിസ്റ്റം.
നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പരിചിതമായ ചില രോഗങ്ങൾ നോക്കാം. റാബിസ്, പേവിഷബാധ. അൽഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി അതായത് അപസ്മാരം. ദ ഡിസീസസ് അഫക്റ്റിംഗ് ദ നെർവ് സിസ്റ്റം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. ഫസ്റ്റ് വൺ, അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് രോഗമാണ് ആദ്യത്തേത്. കോസസ്: accumulation of an insoluble protein in the neural tissues of the brain. Neurons get destroyed. അൽഷിമേഴ്സ് രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ അതായത് അലിഞ്ഞു ചേരാത്ത ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ ന്യൂറോണുകൾ നശിക്കുന്നു. സിംറ്റംസ്: ലോസ് ഓഫ് മെമ്മറി, inability to recognize friends and relatives, inability to do routine works. അൽഷിമേഴ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ: കേവല ഓർമ്മകൾ പോലും ഇല്ലാതെയാവുക, അതായത് കൂട്ടുകാരെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിയാതെ വരിക. എന്തിനേറെ അവനവന്റെ ദിനചര്യകൾ പോലും കൃത്യമായി ചെയ്യാൻ കഴിയാതെ വരിക. സെക്കൻഡ് വൺ, പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺ രോഗമാണ് രണ്ടാമത്തേത്. കോസസ്: destruction of specialized ganglion in the brain, production of dopamine, a neurotransmitter in the brain gets reduced. പാർക്കിൻസൺ രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. സിംറ്റംസ്: പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങൾ: ലോസ് ഓഫ് ബോഡി ബാലൻസ്, irregular movements of muscles, shivering of the body, profuse salivation. ശരീരത്തിന്റെ തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്നും ഉമിനീർ ഒഴുകിക്കൊണ്ടേയിരിക്കുക. തേർഡ് വൺ, എപ്പിലെപ്സി, അപസ്മാരം. കോസസ് ഫോർ എപ്പിലെപ്സി: continuous and irregular flow of electric charges in the brain. അപസ്മാരത്തിന് കാരണം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. സിംറ്റംസ്: എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജസ് ഫ്രം ദ മൗത്ത്, ക്ലെൻജിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിത്ത് ദ പേഷ്യൻസ് ഫോൾസ് അൺകോൺഷ്യസ്നെസ്. അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ: തുടരെ ഉണ്ടാകുന്ന പേശി സങ്കോചം മൂലം രോഗി സന്നിയിലേക്ക് എത്തുക, വായിൽ നിന്നും നുരയും പതയും വരിക, പല്ലു കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് പോവുക. വാട്ട് ഷുഡ് ബി അവർ അപ്രോച്ച് ടുവേർഡ്സ് പീപ്പിൾ അഫക്റ്റഡ് ബൈ സച്ച് ഡിസീസസ്? ഡിസ്കസ്. ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? ചർച്ച ചെയ്യുക. The nerve system help us to experience various stimuli as well as to respond towards them. വിവിധ ഉദ്ദീപനങ്ങളെ അനുഭവവേദ്യമാക്കുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൻ ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദിസ് ഓർഗൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഈ അവയവവ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണത്തിന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിസപ്റ്റേഴ്സ് ദാറ്റ് റിസീവ് സ്റ്റിമുലി പ്രൊമോട്ട് ദ ആക്ഷൻസ് ഓഫ് നെർവ് സിസ്റ്റം. It would be very interesting to know about these receptors and the sense organs in which they are included. ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്ന ഗ്രാഹികളാണ് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാവുന്നത്. ഇത്തരം ഗ്രാഹികളെക്കുറിച്ചും അവ ഉൾപ്പെടുന്ന ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിയുന്നത് വളരെ കൗതുകകരമായിരിക്കും.